ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷൺമുഖ കവചം സ്റ്റാൻസ 3ഉം 4ഉം വരികളും അർത്ഥവും നോക്കാം. ആദ്യം 3ാമത്തെ ശ്ലോകം നോക്കാം. ഇരു ചെവികളെയും செவ்வேளு இயல்புடன் காக்க, வாயை முருகவேல் காக்க, நாப்பல் முழுது நல் குமரன் காக்க, துரிஷரு கதுப்பை யானை துண்டனார் துணைவன் காக்க, திருவுடல் பிடரி தன்னை ശിവസുബ്രഹ്മണ്യൻ കാക്ക. അപ്പോൾ ഈ സ്റ്റാൻസയിൽ ചെവികള്, വായ, നാവ്, പല്ല്, പിന്നെ കഴുത്തിൻ്റെ പിൻവശം, അതിനാണ് പിടരി എന്ന് പറയുന്നത്. ആ ഭാഗവും ഭഗവാൻ ആരോഗ്യത്തോടു കൂടിയിട്ട് കാത്തുരക്ഷിച്ച് തരണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇരു ചെവികളെയും ചെവ്വേൾ എന്നാണ് പറഞ്ഞത്. അവിടെ വേൾ എന്നാണ് അവസാനിക്കുന്നത്, വേൽ എന്നല്ല. വേൾ എന്ന് അവസാനിക്കുമ്പോൾ, ഇപ്പോൾ മുരുകവേൾ എന്ന് അങ്ങനെ വേൾ എന്ന് അവസാനിക്കുമ്പോൾ അത് ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ചെവ്വേൾ എന്നാണ് പറഞ്ഞത്. ആ വാക്കിൻ്റെ അർത്ഥം എങ്ങനെയൊക്കെ പറയാം? ചുമന്ന വേല് ധരിച്ചവൻ ചെവ്വേൾ. അപ്പോൾ ചുമന്ന ശരീരത്തോടുകൂടി പ്രകാശിക്കുന്നവൻ ചെവ്വേൾ എന്ന് പറയാം. ചുമന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമിഴിൽ പ്രത്യേകമായിട്ടും ശിവത്ത എന്ന പദം ഉപയോഗിച്ചാൽ ഭംഗിയുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ ഭംഗിയുള്ള ശ്രീ മുരുകൻ എൻ്റെ ഇരു ചെവികളെയും കാത്തുരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ചെവികളുടെ ആരോഗ്യം തീർച്ചയായും കാത്തുരക്ഷിക്കണം. മറ്റൊന്ന്, അന്തരാർത്ഥം എന്താണ്? മുരുകൻ എൻ്റെ ചെവിയിൽ കൂടെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായ രീതിയിലുള്ളത് എനിക്ക് കേൾക്കാനുള്ള അനുഗ്രഹം ഉണ്ടാക്കി തരണേ. നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ കേൾക്കുന്നത് മാതിരി എനിക്കുള്ളൊരു അനുഗ്രഹം ചൊരിയണമേ എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അത് എങ്ങനെയാണ് കാക്കേണ്ടത്? ഇയൽബുടൻ കാക്ക എന്ന് പറഞ്ഞു. ഇയൽബുടൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നർത്ഥം. അതായത് ഒരാളുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ, അതായത് നമ്മളൊരു കാര്യം നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരു കാര്യം ചെയ്യണം. അതായത് ചില ആളുകൾക്ക് ആരെങ്കിലും കഷ്ടത്തിലിരിക്കുന്നത് കണ്ടാൽ ഓടിപ്പോയിട്ട് അവരെ സഹായിക്കും. അത് അവരുടെ രീതിയാണ്, അവരുടെ സ്വഭാവമാണ്. ആരും പറഞ്ഞിട്ടില്ല, അവനവൻ തന്നെ അറിയാണ്ട് അത് കണ്ടതും ഉടനെ പോയിട്ട് അവരെ സഹായിക്കണം. അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ സ്വാഭാവികമായി ഇങ്ങനെ ചെയ്യും. അങ്ങനെ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു പ്രയത്നവും ആവശ്യമില്ല. അതൊരു പ്രയത്നമായി തോന്നുന്നത് തന്നെയില്ല. അതൊരു ഹാർഡ് വർക്കായിട്ടൊന്നും തോന്നുന്നില്ല. അതുപോലെ മുരുകൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി എന്താണ്? ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളെ സഹായിക്കുക. അപ്പോൾ എൻ്റെ ചെവികളെ നീ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ എൻ്റെ ചെവികളെ നീ കാത്തരുളണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എന്താ നോക്കൂ. വാயை മുരുകവേൽ കാക്ക്, നാപ്പൽ മുഴുത് നൽ കുമരൻ കാക്ക്. അപ്പോൾ വായും നാവും പല്ലും ഒക്കെ നമുക്ക് ഒരുമിച്ച് നോക്കുന്നതാണല്ലോ സൗകര്യം. നാവ് രുചി അറിയാൻ സഹായിക്കുന്നു, പിന്നെയോ സംസാരിക്കാൻ സഹായിക്കുന്നു. വായോ അതും സംസാരിക്കാൻ സഹായിക്കുന്നു, ആഹാരം കഴിക്കാനും സഹായിക്കുന്നു. അതൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്ക് രക്ഷിക്കുന്നത് പോലെ ആഹാരം സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വായും നാവും മറ്റൊരു പണി ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണത്? സംസാരിക്കുക. നമ്മുടെ നാവ് ശരിയായ രീതിയിലുള്ള വാക്കുകൾ
പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്ക് മിത്രങ്ങളെക്കാളും ശത്രുക്കളാണ് ഉണ്ടാകുക. അപ്പോൾ നാവിൽ സരസ്വതി നറ്റുണയാക എന്ന് കന്ദഷഷ്ടി കവചത്തിൽ ഒരു വരിയുണ്ടല്ലോ, അതുപോലത്തെ ഒരു വരിയാണിത്. പക്ഷെ ആ രീതിയിലല്ല പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം, നാവിനെ കാത്തി രക്ഷിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല വാക്കുകൾ, മൃദുവായ നല്ല വാക്കുകൾ എനിക്ക് പറയാൻ കഴിയണം. ആളുകളെ എന്നിൽ നിന്ന് അകറ്റാത്തതുപോലെയുള്ള വാക്കുകൾ എനിക്ക് മറ്റുള്ളവരോട് മൃദുവായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കണം എന്നൊരർത്ഥം കൂടി അവിടെ ഉണ്ട്. നാ പൽ എന്ന് പറഞ്ഞല്ലോ, അത് നാവും പല്ലുമാണ്. അപ്പോൾ നാവ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പല്ല് മുഴുത് എന്ന് പറഞ്ഞു. മുഴുത് എന്ന് പറഞ്ഞാൽ മുഴുവനും എന്നർത്ഥം. 32 പല്ലുകളുണ്ടല്ലോ, ആ 32 പല്ലുകളെയും ഭഗവാൻ കാത്തരുളണം. പല്ല് ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമാണല്ലോ നമുക്ക് ആഹാരം ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ പല്ലുകളെയും ആരോഗ്യത്തോടു കൂടി മുരുകൻ കാത്തു രക്ഷിക്കണം എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. പിന്നെ തുരിശര് കതുപ്പൈ എന്ന് പറഞ്ഞു. കതുപ്പ് എന്ന് പറഞ്ഞാൽ കവിൾത്തടമാണ്. തുരിശര് കതുപ്പൈ, എൻ്റെ ഒരു ബ്ലെമിഷും ഇല്ലാത്തത്, അതായത് ഒരു കുറ്റവും ഇല്ലാത്ത അതല്ലെങ്കിൽ ഒരു ദോഷവും ഇല്ലാത്ത, ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാത്ത എൻ്റെ കവിളുകളെ ഭഗവാൻ കാത്തിരക്ഷിക്കണം. പക്ഷെ ഭഗവാൻ കാത്തിരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഭഗവാനെ എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചത് എന്ന് നോക്കൂ. യാനെ തുണ്ടനാർ തുണൈവൻ കാക്ക് എന്ന് പറഞ്ഞു. യാനെ തുണ്ടനാർ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ അർത്ഥം പറയാം. ആനപ്പാപ്പാൻ എന്നൊരർത്ഥമുണ്ട്. ആനെ തുണ്ടനാർ എന്ന് പറഞ്ഞാൽ മുരുകൻ ആനയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ ആനപ്പാപ്പാനാണെന്ന് നമുക്കൊന്ന് കരുതാമല്ലോ. പിന്നെയോ തുണ്ടനാർ എന്ന് പറയുമ്പോൾ, തുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം, ചെറിയൊരു പീസ് എന്ന അർത്ഥം. അപ്പോൾ ആനയുടെ ചെറിയ ഒരു കഷ്ണം മുഖമായി കൊണ്ടിട്ടുള്ള ഭഗവാനാണ് ആനൈ തുണ്ടനാർ എന്ന് വെച്ചാൽ ശ്രീ ഗണപതി എന്നർത്ഥം. ശ്രീ ഗണേശൻ്റെ തുണൈവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരൻ എന്ന അർത്ഥം എടുക്കാം. അപ്പോൾ ശ്രീ മുരുകൻ, അപ്പോൾ ശ്രീ ഗണപതിയുടെ സഹോദരനായ ശ്രീ മുരുകൻ എൻ്റെ കവിൾത്തടം കാത്തുരക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് പറയണ്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ രോഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ആ രോഗങ്ങളൊക്കെ വരാതെ സംരക്ഷിക്കണം എന്ന് ഇവിടെ മുരുകനോട് ആവശ്യപ്പെടുകയാണ് സ്വാമികൾ. ഇനി അടുത്തത് തിരുവുടൻ പിടരിതനൈ ശിവസുബ്രഹ്മണ്യൻ കാക്ക്. ശിവസുബ്രഹ്മണി എന്ന് പറഞ്ഞു. നോക്കൂ, ശിവനും സുബ്രഹ്മണ്യനും ഒന്നെന്നെയാണ് എന്ന അർത്ഥം വരുന്നത് പോലെയാണ് അവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴും സ്വാമികൾ അങ്ങനെയാണല്ലോ, ഓരോരോ സ്റ്റാൻസകളിലും നമ്മൾ നോക്കുമ്പോൾ ശിവനും മുരുകനും ഒന്നാണ് എന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രയോഗം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സുബ്രഹ്മണി എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ മറ്റേതോ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സു എന്ന് പറഞ്ഞാൽ നല്ലത്, ശ്രേഷ്ഠമായത് എന്നൊക്കെ അർത്ഥം. ബ്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്നു. മണി എന്ന് പറഞ്ഞാലോ വിളങ്ങുന്ന രത്നക്കല്ല്. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ ശ്രീ മുരുകനാണ്. അത് എങ്ങനെ നിൽക്കുന്നു? വിളങ്ങി നിൽക്കുന്നു. ശ്രീ മുരുകൻ എങ്ങനെയുള്ള ഭഗവാനാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു രത്നക്കല്ല് പോലെ ജ്വലിച്ച് നിൽക്കുന്ന, പ്രകാശിക്കുന്ന ഭഗവാനാണ് ശ്രീ മുരുകൻ. ശ്രീ മുരുകൻ തന്നെയാണ് പ്രപഞ്ചം. ശിവസുബ്രഹ്മണ്യൻ പിടരിതനൈ കാക്ക് എന്നാണ് പറഞ്ഞത്. കഴുത്തിൻ്റെ പിൻവശമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തിരുവുടൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭംഗിയായി എന്ന അർത്ഥം. ഒരു പണി ഭംഗിയായി ചെയ്തു കേട്ടോ, അസലായിട്ട് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ തുല്യമാണല്ലോ ഈ ഭംഗിയായി ചെയ്തു എന്ന് പറയുന്നത്. ഒരാൾ ഒരു ജോലി ഭംഗിയായി ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ വൃത്തിയായി ചെയ്തു, അതിലൊരു തെറ്റുകുറ്റവും ഇല്ല, അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയും നല്ല രീതിയിൽ ആ പണി ചെയ്ത് തീർത്തു. അപ്പോഴാണ് നമ്മൾ പറയുക നല്ല ഭംഗിയായി ചെയ്തു കേട്ടോ അത് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ എൻ്റെ പിടരിയെ നല്ല രീതിയിൽ ഭംഗിയായിട്ട്, ഒരു പഴുതും അതിലുണ്ടാവാൻ പാടില്ല, ഒരു കുറ്റവും അതിലുണ്ടാവാൻ പാടില്ല, ആ രീതിക്ക് കാത്തു രക്ഷിക്കണേ എന്ന് ശിവസുബ്രഹ്മണ്യനോട്
ചോദിക്കുകയാണ്. ശിവന്റെ പുത്രനായ എന്നർത്ഥം ശിവൻ തന്നെ ആയ ശ്രീ മുരുകനോട് ഇവിടെ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇനി അടുത്ത സ്റ്റാൻസയും കൂടെ നോക്കാം. സ്റ്റാൻസ 4. ഈശനാം വാഹുലേയൻ എനത് കന്തരത്തെ കാക്ക് തേശുറ് തോൾവിലാവും തിരുമകൾ മരുകൻ കാക്ക് ஆசிலா மார்பை இராறு ஆயுதன் காக்க எந்தன் ஏசிலா முழங்கை தன்னை എഴിൽ കുറിഞ്ചിക്കോൻ കാക്ക എന്ന് പറഞ്ഞു. ആദ്യത്തെ വരി തന്നെ നോക്കൂ. ഈശനാം വാഹുലേയൻ. വാഹുലൈ എന്ന വാക്കിൻ്റെ അർത്ഥം കാർത്തിക ദേവിമാർ എന്നാണ്. അപ്പം കാർത്തിക ദേവിമാരാണല്ലോ ശ്രീ മുരുകനെ സംരക്ഷിച്ചത്, ചെറുപ്പത്തിൽ നോക്കി വളർത്തിയത്. അപ്പോൾ ആ കാർത്തിക പെൺമണികളുടെ, അതായത് ആ കാർത്തിക ദേവിമാരുടെ പുത്രനായ ശ്രീ മുരുകൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. കാർത്തികേയൻ എന്ന അർത്ഥമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. കാർത്തികേയൻ എന്ത് ചെയ്യണം? എനത് കന്തരത്തെ കാക്ക്. കന്തരം എന്ന് പറഞ്ഞാൽ കഴുത്ത്. പിടരി പറഞ്ഞല്ലോ, ഇപ്പോൾ കഴുത്താണ് പറയണത്. എൻ്റെ കഴുത്തിനെ കാത്ത് രക്ഷിക്കണം. ശിരസിനെ താങ്ങി നിർത്തുന്നത് കഴുത്താണല്ലോ, അല്ലേ? അടുത്ത വരിയിൽ പറഞ്ഞു തേശുറ് തോൾ വിലാവും. വില എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയെല്ലുകൾ, റിബ്സ് എന്ന് പറയില്ലേ, അത്. തോൾ എന്ന് പറഞ്ഞാൽ തോളുകൾ. ആ തോളുകൾ എങ്ങനെയുള്ളതാണ്? തേശുറ്. തേശ് ഉറു. ഇവിടെ തേശ എന്ന് പറഞ്ഞാൽ തേജസ്, ഉറു എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നർത്ഥം. അപ്പോൾ തേജസ്സോടുകൂടിയ തോളുകളെ, എൻ്റെ തേജസ്സുള്ള തോളുകളെ അങ്ങ് കാത്തുരക്ഷിക്കണം. എങ്ങനെയാണ് ഒരാളുടെ തോളിനെ തേജസ് ഉള്ളത് എന്ന് പറയണത്? ഈ തോളിലാണല്ലോ കൈകൾ പിടിപ്പിച്ചിരിക്കുന്നത്. ആ തോളുകൾ നല്ല ശക്തിയും വലിമയും ഉള്ളതാണെങ്കിൽ മാത്രമേ ഈ കൈകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഈ കൈകളെ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനെ പൂജിക്കുന്ന കാര്യങ്ങൾ, ഭഗവാനെ തൊഴുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കൈയെടുത്ത് ചെയ്യണമെങ്കിൽ ഈ തോളിന് നല്ല തേജസ് ഉണ്ടാവണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഒരാൾ കഷ്ടത്തിലാണെന്ന് കാണുമ്പോൾ അയാൾക്കൊരു സഹായം ചെയ്യാൻ, ഇതിനൊക്കെ നമ്മുടെ കൈകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ തോളിനെ നമുക്ക് തേശുറ് എന്ന് പറയാം. അതായത് തേജസ് ഉള്ളത് എന്ന് പറയാം. ഞാൻ എൻ്റെ കൈകളെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാതെ പറയാണ് സ്വാമിജി. അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് സ്വാമികൾ നമ്മുടെ അടുത്ത് പറയണം. അങ്ങനെയുള്ള തേജസ്സുള്ള എൻ്റെ ഈ തോളുകളെ ഭഗവാൻ ആരാണ്? ഭഗവാനെ ഈ വരിയിൽ എങ്ങനെയാണ് വർണ്ണിച്ചത്? തിരുമകൾ മരുകൻ. മരുകൻ എന്ന് പറഞ്ഞാൽ മരുമകൻ. തിരുമകൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ മരുമകനാണല്ലോ ശ്രീ മുരുകൻ. ഞാൻ മറ്റൊരു വീഡിയോയിൽ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. മുജ്ജന്മങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ 2 പുത്രിമാരായിരുന്നു വള്ളിയും ദേവസേനയും. ഇവരെ 2 പേരെയാണല്ലോ ശ്രീ മുരുകൻ വിവാഹം ചെയ്തത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മരുമകനാണ് എന്ന് വച്ചാൽ മഹാലക്ഷ്മിയുടെ മരുമകനാണ് ശ്രീ മുരുകൻ. അപ്പം മഹാലക്ഷ്മിയുടെ മരുമകനായ ശ്രീ മുരുക, നീ എൻ്റെ തേജസ്സുള്ള തോളുകളെ സംരക്ഷിക്കണമേ എന്ന് പറയണേ. ആദ്യത്തെ വരിയിൽ എനിക്ക് തോന്നുന്നു ഒരു വാക്ക് പറയാൻ വിട്ടുപോയി എന്ന്. അവിടെ നോക്കൂ, തുടക്കത്തിൽ ഈശനാം വാഹുലേയൻ എന്നാണ് പറഞ്ഞത്. അവിടെയും ഈശൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരനാണ്. അപ്പോൾ പരമേശ്വരൻ തന്നെ ആയ ശ്രീ മുരുകൻ എന്നുള്ളൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. ഞാൻ ആ വരിയുടെ അർത്ഥം പറഞ്ഞപ്പോൾ അത് ചേർത്ത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഇനി അടുത്ത വരി ആശില മാർബൈ ഈരാറ് ആയുധൻ കാക്ക്. ആശില എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത മാറിടം, മാർബ്, നെഞ്ഞ് എന്നർത്ഥം. നമ്മുടെ നെഞ്ഞിലാണ് ഓരോ ചിന്തകൾ എന്ന് പറയുമല്ലോ, നമ്മൾ ഓരോ വികാരങ്ങളൊക്കെ നമ്മുടെ നെഞ്ഞിലാണെന്ന് പറയുമല്ലോ. നെഞ്ഞ് കലങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ, ഒരു ദുഃഖവാർത്ത കേട്ടു അപ്പോൾ നെഞ്ഞ് കലങ്ങിപ്പോയി അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. ആ നെഞ്ഞിനെ ഭഗവാൻ കാത്തി രക്ഷിക്കണേ എന്ന് പറയണേ. ആ നെഞ്ഞ് എങ്ങനെയുള്ളതാണെന്നാണ് അവിടെ പറഞ്ഞത്? ആശില,
ഒരു കുറവുമില്ലാത്തത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെ മനസ്സിൽ ഒരു ദുഷ്ടചിന്തയുമില്ല. അങ്ങനെ ഒരു ദുഷ്ടചിന്തയും പേറാത്ത എൻ്റെ ഈ മനസ്സ് ഇരിക്കുന്ന എൻ്റെ നെഞ്ഞിനെ ശ്രീ മുരുക കാത്തു രക്ഷിക്കണേ എന്ന് പറയണേ. അപ്പം ശ്രീ മുരുകനെ എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചത്? ഈരാറ് ആയുധൻ കാക്ക്. ഈരാറ് എന്ന് പറഞ്ഞാൽ 2 ഗുണം 6 12. അപ്പോൾ ആ 12 കരങ്ങളിലും 12 ആയുധങ്ങൾ ഏന്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള മുരുകൻ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പറയണം. അടുത്തതോ, എന്തൻ ഏശിലാ മുഴങ്കൈ തന്നെ എഴിൽ കുറിഞ്ചിക്കോൻ കാക്ക്. കുറിഞ്ചി മലയിലാണല്ലോ വള്ളി. അപ്പോൾ വള്ളിയുടെ നാഥനായ കുറിഞ്ചിക്കോൻ എന്നെ കാക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നെ കാത്തു രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഏത് ഭാഗം? മുഴങ്കൈ. മുഴങ്കൈയിനെ കാത്തു രക്ഷിക്കണം എന്നാണ് പറയണത്. മുഴങ്കൈയെ എങ്ങനത്തെയാണ്? ഏശിലാ മുഴങ്കൈ എന്ന് പറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന എന്നൊരർത്ഥം അവിടെ എടുക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഭഗവാനെ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ മുഴങ്കൈ മുമ്പിലേക്കാണല്ലോ. നിന്നെ തൊഴാൻ കൂപ്പുന്ന എൻ്റെ കൈകൾ ഭഗവാൻ രക്ഷിക്കണം എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകങ്ങളിൽ പറയുന്നത്. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ഗ്രൂപ്പുകൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ദേവനാമമായിട്ടെങ്കിലും ഇവിടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ അടുത്ത്. എല്ലാവർക്കും എൻ്റെ നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശ്രീ ശരവണഭവായ നമഃ.